എല്ലാവരെയും ശരിയാക്കുവാനും മര്യാദ പഠിപ്പിക്കുവാനും തുനിഞ്ഞാൽ നമ്മുടെ ജീവിതമായിരിക്കും നാശത്തിൽ കലാശിക്കുക. നിങ്ങളുടെ മൗനത്തിന്റെ അർത്ഥം മനസ്സിലാക്കാത്തവർക്ക് നിങ്ങളുടെ വാക്കുകളുടെ അർത്ഥവും മനസ്സിലാകില്ല. കൊതിച്ച ജീവിതത്തെ മനസ്സിന്റെ ഒരു കോണിൽ ഉറക്കിക്കിടത്തി വിധിച്ച ജീവിതവുമായി ജീവിക്കുന്നവരാണ് പലരും. കുറ്റങ്ങളും കുറവുകളുമില്ലാത്ത മനുഷ്യരില്ല. സന്തോഷവും സങ്കടവുമില്ലാത്ത ജീവിതവുമില്ല. ഉള്ളത് എന്താണോ അതിൽ സന്തോഷം കണ്ടെത്തുക. അപ്പോൾ ജീവിതം സുന്ദരമായി മാറും. നിങ്ങളുടെ ഭയം നിങ്ങളുടെ നല്ല ഭാവിയെ തിരിച്ചറിയാനുള്ള കഴിവിനെ മുരടിപ്പിച്ചു കളയും. നിങ്ങൾ ഭയത്തെ മറികടക്കുക. ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ ചെയ്യാനുള്ള മാനസികാവസ്ഥ കൈവരിക്കേണ്ടത് ഏറ്റവും പ്രധാനമാണ്. വിജയത്തിലേക്കുള്ള വഴി ഒരിക്കലും നേരെയായിരിക്കില്ല. എന്നാൽ വിജയിച്ചാൽ എല്ലാ വഴികളും നേരെയാകും. സ്വയം പ്രചോദിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ എത്ര ശ്രദ്ധേയനാണെങ്കിലും ഉള്ളതുകൊണ്ട് മാത്രം തൃപ്തിപ്പെടേണ്ടി വരും. ഒരാൾ സംസാരിക്കുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ അതിനർത്ഥം ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് നിങ്ങൾ അകലാൻ തുടങ്ങി എന്നത് തന്നെയാണ്. സംസാരമാണ് ബന്ധങ്ങളുടെ നട്ടെല്ല്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതം ഉണ്ടോ എന്നതല്ല യഥാർത്ഥ ചോദ്യം. മരിക്കുന്നതിന് മുമ്പ് നാം ജീവിച്ചിരുന്നോ എന്നതാണ്. എല്ലായ്പ്പോഴും മിതത്വമുള്ളവനായിരിക്കുക. നിങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം ഒരുപക്ഷെ ഏറ്റവും വലിയ വേദനയ്ക്ക് കാരണമായേക്കാമെന്ന് തിരിച്ചറിയുക. ഒരു സ്ത്രീ അവരുടെ യഥാർത്ഥ പ്രായം പറയുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവൾ ഒന്നും നഷ്ടപ്പെടാൻ ഇല്ലാത്ത ചെറുപ്പക്കാരിയോ അല്ലെങ്കിൽ ഇനി ഒന്നും നേടാനില്ലാത്ത പ്രായമായവരോ ആയിരിക്കാം. എല്ലായ്പ്പോഴും മിതത്വമുള്ളവനായിരിക്കുക. നിങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം ഒരുപക്ഷെ ഏറ്റവും വലിയ വേദനയ്ക്ക് കാരണമായേക്കാമെന്ന് തിരിച്ചറിയുക. ചെറിയ ജീവികളാണ് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നത്. ആരും ദുർബലരല്ല. ശക്തി തിരിച്ചറിയാത്തതാണ് പ്രശ്നം.